താങ്ക് യു. എപ്പിസോഡിൻ്റെ 8ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ട്രഷറി കോഡിൻ്റെ 7ാമത്തെ ഭാഗമാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. എൻ്റെ പേര് അലക്സ് ബോസ്കോ. കഴിഞ്ഞ ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടു ആയി പലരും വിളിച്ചു പറഞ്ഞു. ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി ലൈക്കുകൾ കിട്ടി. ഇനിയും അടുത്ത എപ്പിസോഡ് എന്ന് വരും എന്നുള്ള ചോദ്യങ്ങളുമായിട്ടാണ് എല്ലാവരും രാവിലെ വിളിക്കുന്നത്. ഒത്തിരി നന്ദി. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കേരള ട്രഷറി കോഡിൻ്റെ ആദ്യത്തെ 200 റൂൾസ് ചർച്ച ചെയ്തിരുന്നു. ഇനി 201 മുതലുള്ള റൂൾസാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ കേരള ട്രഷറി കോഡ് വോളിയം 1 എന്ന് പറയുന്ന പുസ്തകം എടുക്കുക. അതിലെ 201 മുതലുള്ള റൂൾസാണ് നോക്കേണ്ടത്. അപ്പോൾ 201 എന്ന് പറയുന്ന റൂൾസിൽ ലോണുകളെയും അഡ്വാൻസുകളെയും കുറിച്ചാണ് പറയുന്നത്. ഇതിൽ 204 എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ പറയുന്നു: ഡെപ്പോസിറ്റ്സ്, the details are not kept in the sub-treasury and credited to government shall be repaid. Once more, deposits, the details are not kept in the sub-treasury and credited to government shall be repaid. Answer: only with the sanction of Accountant General. Only with the sanction of Accountant General. നിങ്ങൾ 204 എന്ന് പറയുന്ന റൂൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് കാണാം. അതിനെ സൂക്ഷിച്ച് ഒരിക്കൽ കൂടെ വായിച്ച് കാര്യം മനസ്സിലാക്കണം. ഡെപ്പോസിറ്റ്സ്, ദ ഡീറ്റെയിൽസ് ആർ നോട്ട് കെപ്റ്റ് ഇൻ ദി സബ് ട്രഷറി ആൻഡ് ക്രെഡിറ്റഡ് ടു ഗവൺമെന്റ് ഷാൽ ബി റീപെയ്ഡ് ഓൺലി വിത്ത് ദി സാങ്ഷൻ ഓഫ് അക്കൗണ്ടന്റ് ജനറൽ. അതേ റൂളിൽ നിന്ന് തന്നെ 204 നിന്ന് തന്നെ വരുന്ന വേറൊരു ചോദ്യമാണ്: ദി എമൗണ്ട് ഓഫ് ലാപ്സ്ഡ് ഡെപ്പോസിറ്റ് റീഫണ്ടഡ് അണ്ടർ ദി റൂൾസ് ഓഫ് ഗവൺമെന്റ് ഷുഡ് ബി റെക്കോർഡഡ് ആസ് ഡാഷ്. ദി എമൗണ്ട് ഓഫ് ലാപ്സ്ഡ് ഡെപ്പോസിറ്റ് റീഫണ്ടഡ് അണ്ടർ ദി റൂൾസ് ഓഫ് ഗവൺമെന്റ് ഷുഡ് ബി റെക്കോർഡഡ് ആസ് ഡാഷ്. മിസ്ലേനിയസ് ഫണ്ട്. മിസ്ലേനിയസ് ഫണ്ട്. അടുത്ത ചോദ്യം വരുന്നത്: when an earned money deposit made by intending tenderness in another state has to be repaid, the repayment should be arranged through dash. When an earnest money deposit made by intending tenderness in another state has to be repaid, the repayment should be arranged through dash. Accountant General. Answer: Accountant General. 206 എന്ന് പറയുന്ന റൂൾ ട്രഷറി കോഡ് വോളിയം 1 206 എന്ന് പറയുന്ന റൂളിൽ പറയുന്നത് സിവിൽ കോടതി ഡെപ്പോസിറ്റുകളെ കുറിച്ചാണ്. സിവിൽ കോടതി ഡെപ്പോസിറ്റ്സിനെ കുറിച്ചാണ് 206 പറയുന്നത്. അതിൽ ഒരു ചോദ്യം ഇതാണ്. 206 റൂള് 206 എടുക്കുക. അതിലെ ചോദ്യം: എവരി ഓർഡർ ഇഷ്യൂഡ് ബൈ എ കോർട്ട് ഫോർ ദി റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം ദി ട്രഷറി ഷാൽ ബി ഇൻ ഡാഷ്. എവരി ഓർഡർ ഇഷ്യൂഡ് ബൈ കോർട്ട് ഫോർ ദി റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം ദി ട്രഷറി ഷാൽ ബി ഇൻ ഡാഷ്. ഏത് ഭാഷയിലാണ് കോടതിയിൽ നിന്ന് റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റിനെ കുറിച്ചുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? ആൻസർ: ഇംഗ്ലീഷ്. Every order issued by a court for the repayment of deposit from the treasury shall be in dash. Answer: English. Next question വരുന്നത്: Treasury officer repay the civil courts deposit on the orders of dash. Treasury officer repay the civil courts deposits on the order of dash. Answer: civil court. Civil court.
Next question. The refund of court deposits can be made on the strength of dash. The refund of court deposits can be made on the strength of dash. Order from the court concerned. Order from the court concerned. അടുത്തെടുക്കേണ്ടത് റൂൾ നമ്പർ 208 ആണ്. ഈ പേഴ്സണൽ ഡെപ്പോസിറ്റുകൾ തിരികെ നൽകുന്നതിനെ സംബന്ധിച്ചുള്ളതാണ് റൂൾ നമ്പർ 208 പറയുന്നത്. പേഴ്സണൽ ഡെപ്പോസിറ്റുകൾ തിരികെ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ. ദി പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓഫ് ട്രഷറർ ഓഫ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ്സ് ഈസ് ഓപ്പറേറ്റഡ് ബൈ ഡാഷ്. ദി പേഴ്സണൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓഫ് ട്രഷറർ ഓഫ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ്സ് is operated by dash. Answer. Registration Department Head. Registration Department Head. അടുത്ത ചോദ്യം റൂൾ നമ്പർ 209 നിന്ന് വരുന്നതാണ്. 209 കേരള ട്രഷറി കോഡ് വോളിയം ഫസ്റ്റിലെ റൂൾ നമ്പർ 209 ആണ് അടുത്ത ചോദ്യം. ആസ് പെർ ഡാഷ് ദ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഈസ് കോമ്പിറ്റന്റ് ടു ഓർഡർ റീപേയ്മെന്റ് of earnest money deposit. As per dash, the divisional forest officer is competent to order repayment of earnest money deposit. Answer. Rule 209. റൂൾ നമ്പർ 209. വോളിയം ഫസ്റ്റിലെ 209 റൂളിലാണ് ഇത് പറയുന്നത്. എന്താണ്? The divisional forest officer is competent to order repayment of earnest money deposit എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് dash is competent to order repayment of earnest money deposit as per rule 209 of KTC വോളിയം ഫസ്റ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് തിരിച്ചിട്ടിരിക്കുന്നതാണ്. അതായത് 209 അനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കോമ്പിറ്റന്റ് അതോറിറ്റി, റീപേയ്മെന്റിന്റെ കോമ്പിറ്റന്റ് അതോറിറ്റി ആരാണെന്നുള്ളതാണ്. ആൻസർ. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. അപ്പോൾ ആ 209 എന്ന് പറയുന്ന റൂൾ നമ്പർ നോക്കുമ്പോൾ 2 ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത് നമ്മൾ നേരെ പോകുന്നത് റൂൾ നമ്പർ 210 റൂൾ നമ്പർ 210 നമ്മൾ ഇനി അടുത്ത് പോകുന്നത്. ദി ട്രഷറി ഓഫീസർ ഷാൾ മേക്ക് ഷുവർ ദാറ്റ് ഹി വിൽ ബി ഇൻ എ പൊസിഷൻ ഓഫ് സേഫ്റ്റി ദാറ്റ് ദി ക്ലെയിം മെയ്ഡ് ഇൻ എവരി ബിൽ ദാറ്റ് ഹി പേസ് ഈസ് വാലിഡ്. ഒരേ കൂടെ. ദി ട്രഷറി ഓഫീസർ ഷാൾ മേക്ക് ഷുവർ ദാറ്റ് he will be in a position to satisfy dash that the claim made in every bill that he pays is valid. Answer. Accountant General. അടുത്ത് റൂൾ നമ്പർ 210 2. റൂൾ നമ്പർ 210 2 പ്രധാനപ്പെട്ടതാണ്. Which is the rule authorizing a treasury officer to return a bill bearing an eraser requiring to present a fresh one? Which is the rule authorizing a treasury officer to return a bill bearing an eraser requiring the present a fresh one? Rule 210 within bracket 2. 210 2. അതിലാണ് ഇത് പറയുന്നത്. അടുത്ത ചോദ്യം. Bill and other documents prescribed in treasury for payment shall be received and sanctioned by dash. Bill and other documents prescribed in treasury for payment shall be received and sanctioned by dash. Answer. Accounts Department. അടുത്ത ചോദ്യം. The validity period of authorization issued by Accountant General
for non-recurring payments to Gazette Government Officer is dash. The validity period of authorization issued by Accountant General for non-recurring payment of Gazette Government Officer is dash. Answer 3 months. 3 മാസം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Any bill relating to scholarships or stipends may be passed by the Treasury Officer dash. Any bill relating to scholarships or stipends may be passed by the Treasury Officer dash. Answer only on receipt of sanction order from the sanctioning authority. Only on receipt of sanction order from the sanctioning authority. സാങ്ഷൻ ഓർഡർ ഉള്ള ഓർഡർ കൂടെ ബില്ലിൽ വെച്ചാൽ മാത്രമേ ഈ സ്കോളർഷിപ്പുകളും അതുപോലുള്ള സ്റ്റൈബൻറ്റുകളും ട്രഷറി ഓഫീസർക്ക് പാസ്സാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഏത് ബില്ല് ഇതുപോലെ സ്കോളർഷിപ്പിനോ അതുപോലുള്ള ആവശ്യങ്ങൾക്ക് കൊടുക്കുന്ന ബില്ലുകളോടൊപ്പം തന്നെ അതിൻ്റെ സാങ്ഷൻ ഓർഡർ നിർബന്ധമായും വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ PF, KAC PF ആയാലും GPF ആയാലും PF മാറണമെന്നുണ്ടെങ്കിലും PFൻ്റെ ബില്ലിടുമ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യണം? ആ സാങ്ഷൻ ഓർഡർ കൂടെ നിർബന്ധമായും ആ ബില്ലിനോടൊപ്പം വയ്ക്കണം എന്നാണ് റൂൾ നമ്പർ 210 പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത റൂൾ നമ്പർ 211. A treasury officer should maintain a register to record the details of prohibitory orders received from courts and the recoveries made by him in dash. A treasury officer should maintain a register to record the details of prohibitory orders received from courts and the recoveries made by him in dash. KFC ഫോം 4A കേരള ഫിനാൻഷ്യൽ കോഡിലെ ഫോം 4A അനുസരിച്ചാണ് ഈ ഓർഡേഴ്സ്, റിക്കവറി നോട്ടീസുകളെല്ലാം ട്രഷറിയിൽ സൂക്ഷിക്കേണ്ടത്. ആ ഫോം നമ്പറിൻ്റെ പേരാണ് KFC ഫോം നമ്പർ 4A. അടുത്ത ചോദ്യം 211 റൂൾ നമ്പർ 211. The procedure to be followed by the treasury officer for remitting the amount deducted from a bill is given in dash. The procedure to be followed by the treasury officer for remitting the amount deducted from the bill is given in dash. Answer rule 211. Rule 211. ഈ മരണപ്പെട്ട ജീവനക്കാരുടെ ക്ലെയിമുകളെക്കുറിച്ച് പറയുന്ന റൂളാണ് 212A. മരണപ്പെട്ട ജീവനക്കാരുടെ ക്ലെയിമുകളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം 212Aയിലാണ്. 212 ട്രഷറി ഓഫീസറുടെ കാര്യങ്ങളാണ് പറയുന്നത്. 212Aയിലാണ് മരണപ്പെട്ട ജീവനക്കാരുടെ ക്ലെയിമുകളെക്കുറിച്ച് പറയുന്നത്. അതിനൊരു ചോദ്യം തന്നെ ഇതാണ്. ദി ക്ലെയിംസ് ഓഫ് എ ഡിസീസ്ഡ് ഗവൺമെൻറ് സർവൻറ്റ് ആർ processed as per rule dash. The claim of a deceased government servant are processed as per rule dash. Rule 212A 212A അനുസരിച്ചാണ് ഡിസീസ്ഡ് ഗവൺമെൻറ് സർവൻറ്റ് മരിച്ച ജീവനക്കാരുടെ ആവശ്യ ക്ലെയിമിനെ കുറിച്ച് പറയുന്ന റൂളുള്ളത് 212A. 213 റൂൾ നമ്പർ 213 ക്യാഷ് ഓർഡറുകളെ കുറിച്ച് പറയുന്നത്. ക്യാഷ് ഓർഡറുകളെ കുറിച്ച് പറയുന്ന റൂൾ ഏതാണെന്ന് വെച്ചാൽ 213 ക്യാഷ് ഓർഡറുകളെ കുറിച്ച് പറയുന്നത്. ഒരു ചോദ്യം ഇങ്ങനെയാണ്. ട്രഷറി ഓഫീസർ ക്യാൻ ഇഷ്യൂ എ ഡ്രാഫ്റ്റ് ഓർ ക്യാഷ് ഓർഡർ ഫോർ ദി പർപ്പസ് ഓഫ് ഡിഫ്രേയിങ് സർവീസ് എക്സ്പെൻഡിച്ചർ ഫ്രം എ സബ് ട്രഷറി ഇൻ ഹിസ് ഡിസ്ട്രിക്ട് ഇൻ എക്സ്ചേഞ്ച് for properly prepared bills as per rule dash. Once more, treasury officer can issue a draft or cash order for the purpose of defraying service expenditure from a sub-treasury in his district in exchange for properly prepared bills as per rule dash 213A 213A അനുസരിച്ചാണ് അത് പറയുന്നത്. അടുത്തൊരു ചോദ്യം. ക്യാഷ് ഓർഡേഴ്സ് ആർ ടു ബി ഇഷ്യൂഡ് ഇൻ ഫോം ഡാഷ്. ക്യാഷ് ഓർഡേഴ്സ് ഏത് ഫോം അനുസരിച്ചാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്? TR 87. TR 87 അനുസരിച്ചാണ് ക്യാഷ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്.
അടുത്തൊരു ചോദ്യം, ദി ക്യാഷ് ഓർഡർ ഷാൽ ലാപ്സ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്യാഷ്ഡ്. ഒരു ക്യാഷ് ഓർഡർ ക്യാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് ക്യാൻസൽ ആയി പോകുന്നത്? ദി ക്യാഷ് ഓർഡർ ഷാൽ ലാപ്സ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്യാഷ്ഡ്. ആൻസർ, വിത്തിൻ 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഡ്രായൽ. ഒരു ക്യാഷ് ഓർഡർ വാങ്ങി 3 മാസത്തിനകം അത് പേയ്മെൻറ്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്യാഷ് ഓർഡർ ക്യാൻസൽ ആയി പോകും. വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. പരീക്ഷയ്ക്കും വരും, നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം ഈ സംഭവം. ഒരു ക്യാഷ് ഓർഡർ വാങ്ങി കൈപ്പറ്റി കഴിഞ്ഞാൽ 3 മാസത്തിനകം അത് ക്യാഷ് ചെയ്തിരിക്കണം. അടുത്ത് റെസിപ്റ്റ് സ്റ്റാമ്പിനെ കുറിച്ച് പറയുന്ന റൂളാണ് 220. റെസിപ്റ്റ് സ്റ്റാമ്പുകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ഞാൻ ഈ റെസിപ്റ്റ് സ്റ്റാമ്പിനൊക്കെ പേര് പറയുന്നതിന് കാര്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് ചോദ്യം വന്നാലും നിങ്ങൾ റൂൾ നമ്പർ 220 നോക്കിയാൽ മതി. അതിനു വേണ്ടിയാണ് അതുകൂടെ ഞാൻ പറഞ്ഞു തരുന്നതിന് കാര്യം. ഒരു ചോദ്യം എങ്ങനെയാണ്, ഫോർ അവോയ്ഡിങ് സ്റ്റീലിംഗ് ഓഫ് വൗച്ചേഴ്സ് ഫോർ ദി സേക്ക് ഓഫ് സ്റ്റാമ്പ്സ് ദി ട്രഷറി ഓഫീസർ ഷുഡ് സീ ഡാഷ്. ഫോർ അവോയ്ഡിങ് സ്റ്റീലിംഗ് ഓഫ് വൗച്ചേഴ്സ് ഫോർ ദി സേക്ക് ഓഫ് സ്റ്റാമ്പ്സ് ദി ട്രഷറി ഓഫീസർ ഷുഡ് സീ ഡാഷ്. ദാറ്റ്സ് ദി സ്റ്റാമ്പ്സ് ഇൻ ദി വൗച്ചേഴ്സ് ആർ ഡിഫേസ്ഡ്. ആൻസറാണ് ദാറ്റ് ദി സ്റ്റാമ്പ്സ് ഇൻ ദി വൗച്ചേഴ്സ് ആർ ഡിഫേസ്ഡ്. അതായത് ഈ വൗച്ചറുകളിൽ ഒട്ടിച്ചു വരുന്ന സ്റ്റാമ്പുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ട്രഷറി ഓഫീസർ എന്ത് നോക്കിയിരിക്കണം, അതായത് ആ സ്റ്റാമ്പുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, അകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാമ്പുകൾ ചിലപ്പോൾ വീണ്ടും റിട്ടേൺ ചെയ്ത് വന്നിരിക്കും. അതുകൊണ്ട് ഇതുപോലെ സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റാമ്പുകളെല്ലാം തന്നെ നിർബന്ധമായും ക്യാൻസൽ ചെയ്തിരിക്കണം. അടുത്ത 221 എന്ന് പറയുന്ന റൂളിൽ പറയുന്നത് ഈ പേയ്മെൻറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചാണ് 221 എന്ന് പറയുന്ന റൂളിൽ പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ട്രഷറി കോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് റൂൾ 223. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം, റൂൾ 223. അതിൽ ട്രഷറി ബിൽ ബുക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ട്രഷറി ബിൽ ബുക്കുകളെ കുറിച്ച് ഇപ്പോൾ ട്രഷറി ബിൽ ബുക്കുകൾക്ക് അത്ര പ്രാധാന്യം ഇല്ല എങ്കിൽ പോലും ഇലക്ട്രോണിക്സ് ഈ ട്രഷറി ബിൽ ബുക്കാണ് ഇപ്പോൾ ഉള്ളത്. അത് ബിംസ് വഴി നമുക്ക് ലഭിക്കും. അതും സൂക്ഷിച്ചു വയ്ക്കണം. ഇത് പഴയ ട്രഷറി ബിൽ ബുക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ട്രഷറി കോഡിൽ പറഞ്ഞിരിക്കുന്നത്. അത് എന്നും നിലനിൽക്കുന്ന നിയമങ്ങളുമാണ്, അതൊരിക്കലും ക്യാൻസൽ ചെയ്യുന്നതല്ല. അതിലൊരു ചോദ്യം എങ്ങനെയാണ്, ആസ് പെർ ഡാഷ് വെൻ എ ലോസ്റ്റ് ട്രഷറി ബിൽ ബുക്ക് ഈസ് ഫൗണ്ട് ഔട്ട് സബ്സിക്വൻ്റ്ലി ദി ഫാക്ട് ഷുഡ് ബി informed to the treasury officer at once by the drawing officer. As per rule dash, when a lost treasury bill book is found out subsequently, the fact should be informed to the treasury officer at once by the drawing officer. Rule 223 ആണ്, 223 ആണ് റൂൾ. അതായത് ട്രഷറി ബിൽ ബുക്ക് നഷ്ടപ്പെട്ടാൽ ആ വിവരം ട്രഷറി ഓഫീസറെ എത്രയും വേഗം അറിയിക്കണം എന്ന് പറയുന്ന റൂൾ ഏതാണ്? റൂൾ 223, 223. അടുത്ത ചോദ്യം, ആസ് പെർ ഡാഷ് ദി ബ്ലാങ്ക് ട്രഷറി ബിൽ ബുക്ക് ഷാൽ ബി കെപ്റ്റ് അണ്ടർ ഡബിൾ ലോക്ക്. ബിൽ ബുക്കിൻ്റെ ബ്ലാങ്ക് ട്രഷറികൾ, അതായത് ബ്ലാങ്ക് പേജുകൾ, അതായത് ആ ബുക്ക് ബ്ലാങ്ക് പേജുകളുള്ള പഴയ ട്രഷറി ബിൽ ബുക്ക് സ്കൂളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഓഫീസിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം എന്ന് പറയുന്ന റൂൾ ഏതാണ്? റൂൾ 223, 223 നോട്ട് 11. റൂൾ നമ്പർ 223 നോട്ട് 11 അത് പറയുന്നത്. ദി ട്രഷറി ബിൽ ബുക്ക് ഈസ് ഇൻ ഫോം ഡാഷ്. ട്രഷറി ബിൽ ബുക്ക് ഏത് ഫോമിലാണുള്ളത്? TR-74. പല പ്രാവശ്യം എല്ലാ പരീക്ഷയ്ക്കും തന്നെ ഈ ചോദ്യം ഉണ്ടാവും. ട്രഷറി ബിൽ ബുക്ക് ഈസ് ഇൻ ഫോം ഡാഷ്, TR-74. അപ്പോൾ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട റൂൾസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കണം. അപ്പോൾ പലപ്പോഴും പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ ട്രഷറി കോഡ് അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്കൊക്കെ വരുന്ന പരീക്ഷ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ കുറച്ച് പേരെ ജയിക്കുന്നുള്ളൂ എന്ന്. സംഭവം ശരിയാണ്, വളരെ കുറച്ച് പേരാണ് ജയിക്കുന്നത്. അതായത്
ഒരു 5%-നും 10%-നും ഇടയ്ക്കുള്ള ജീവനക്കാർ മാത്രമാണ് പരീക്ഷ എഴുതി ജയിക്കുന്നത്. പക്ഷേ ഞാൻ 99 മുതൽ പഠിപ്പിച്ചു തുടങ്ങിയ കഴിഞ്ഞ ബാച്ച് വരെയും പരീക്ഷ എഴുതിയതിൽ 90% കൂടുതൽ ആൾക്കാരും പരീക്ഷ വിജയിച്ചു. ഇതിന് കാരണം ഞാൻ പഠിപ്പിച്ചത് മാത്രമല്ല, അവർ കാണിച്ച ഒരു ആത്മവിശ്വാസമാണ്. അവർ പരീക്ഷയ്ക്ക് ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടെയാണ് അവർ പഠിച്ചത്. അതേ ആത്മവിശ്വാസത്തോടു തന്നെ നിങ്ങളും പഠിക്കണം. പുസ്തകം വായിച്ച് പഠിക്കേണ്ട സമയത്ത് ടെൻഷനൊന്നുമില്ല, ടെൻഷൻ ഫ്രീ ആയിട്ട് വായിക്കണം. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. വിജയം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ വേണം അവിടെ വായിക്കാൻ. അധ്യാപകരായാലും മാതാപിതാക്കളായാലും ഇവരെ പിടിച്ചുകൊണ്ട് നടക്കുന്നവരാകരുത്, വായിക്കുന്നവരെ പിടിച്ചുകൊണ്ട് ആവരുത്. അവർക്ക് നമ്മൾ ടോർച്ച് അടിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. വെട്ടം കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കുക. ആ ഒരു മാർഗം മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. ഞാനും അത് മാത്രമേ സ്വീകരിക്കൂ. ഇന്ന മാർഗങ്ങളിൽ കൂടെ നിങ്ങൾ പോകണം. ഈ റൂൾസ് എങ്ങനെയാണ് നിങ്ങളുടെ ഓർമ്മയിൽ നിലനിർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് പലരും അനുവർത്തിച്ച് വന്നപ്പോൾ അവർക്ക് നല്ല മികച്ച ഒരു ആത്മവിശ്വാസം വരുന്നു എന്ന് അവർ എന്നോട് അഭിപ്രായപ്പെടുകയുണ്ടായി. അതുപോലെ നിങ്ങളും നല്ല ഒരു ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക, പരീക്ഷയെ സമീപിക്കുക. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മഹാസംഭവം നിങ്ങൾക്ക് ഒരിക്കൽ എഴുതുമ്പോൾ തന്നെ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനൊരു യാതൊരു സംശയവും ഇല്ല. പ്രിയ സുഹൃത്തുക്കളെ, ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ലൈക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് താഴെ ഒരു ബട്ടൺ വരും. ആ ബട്ടണിൽ കൂടെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വിജയം ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു.